വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാത വന്ദനം. ദൈവസാന്നിധ്യത്തിൽ ഈ ശനിയാഴ്ച പകലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഈ അത്ഭുത അവസരം പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായിരിക്കുന്നു. ഈ ദിനം വളരെ പ്രയോജനമുള്ള ദിനമായി തീരും. വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു പ്രഭാതമാണ്. വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു പ്രഭാതമാണ്. സോ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രഭാതമാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ, ഈ ദിനത്തിൽ ചിലരുടെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രം ആരംഭിക്കുന്ന ദിവസമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി പുതിയ മുഖങ്ങളുണ്ട്. ഇന്നലെ പ്രഭാതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നലെ രാത്രിയിലെ ശുശ്രൂഷകളിലോ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കുവാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഒരു വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് വാക്കുകളാണ്, രണ്ട് പദങ്ങളാണ് നമ്മൾ ശുശ്രൂഷകൾക്ക് ആധാരമായി സ്വീകരിച്ചത്. അതിനാൽ ഇന്നലെ പ്രഭാതത്തിൽ നടന്ന ശുശ്രൂഷയുടെയും ഇന്നലെ രാത്രിയിൽ നടന്ന ശുശ്രൂഷയുടെയും തുടർച്ചയാകുന്നു ഈ പ്രഭാതത്തിൽ നടക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് വന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യമാകുന്ന നിലയിൽ പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, ഇവിടെ കയറി വരിക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് സ്വീകരിച്ചത്. ഈ രണ്ട് പദങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പിരിച്വൽ പ്രൊമോഷൻ എന്ന ഒരു ആലോചനയാണ് ഇന്നലെ മുതൽ ചിന്തിച്ചു തുടങ്ങിയത്. കർത്താവ് നമുക്ക് ഒരു ആത്മീക മുന്നേറ്റം തരുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 2026 പ്രവേശിച്ചതല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ശമ്പള സ്കെയിൽ കർത്താവ് എന്താണ് അതിന് ജോലിയിൽ പറയുന്ന വാക്കുകളുണ്ടല്ലോ, നിങ്ങളുടെ സ്കെയിലിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്താ, ഒരു അഡീഷണലായിട്ട് നിങ്ങൾക്കൊരു 5,000 രൂപ കൂടുതൽ കിട്ടുന്നത് പോലെയുള്ള ഒരു പ്രൊമോഷൻ കർത്താവ് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആത്മീക അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉയർന്ന ഒരു പ്രതലത്തിൽ എത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സൂസനെ സംബന്ധിച്ചിടത്തോളം സൂസൻ ഇപ്പോൾ വളരെ സംതൃപ്തയാണ്. ഇവിടെ 2 സൂസന്മാരുണ്ട്, ഇതും സൂസനാണ്. എന്നാൽ കർത്താവ് സൂസനെ ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്, അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. അമിത് ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്, ഇപ്പോഴുള്ള അവസ്ഥയിൽ തുടരുന്നതിൽ വളരെ സന്തോഷവാനാണ്. എന്നാൽ കർത്താവ് നോക്കിയപ്പോൾ അമിത് അവിടെ തുടരേണ്ട കാര്യമില്ല, അടുത്ത ഒരു ഉയരത്തിലേക്ക് അമിതിന് പോകുവാനുള്ള സമയമായിരിക്കുകയാണ്. ഈ തീരുമാനമെടുത്തത് യേശുവാണ്, നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നതും യേശുവാണ്. എന്നാൽ കയറി ചെല്ലേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, നമുക്കുണ്ടാകുന്ന ദൈവരാജ്യത്തിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തത്വമാണ്, നിങ്ങൾ ദൈവരാജ്യത്തിലാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇൻക്രീസുകൾ ലഭിക്കും, വർധനവുകൾ ലഭിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ വർദ്ധിക്കും, അന്യഭാഷയിൽ നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾക്ക് വർധനവുകൾ ലഭിക്കും. ആ വർധനവുകളെക്കുറിച്ചുള്ള മറ്റൊരു തത്വമാണ്, ആ വർധനവ് എൻലെസ് ആണ്, അവസാനമില്ല. ഇതിവിടുന്ന് ഇങ്ങനെ തുടർന്ന് വർദ്ധിച്ച് നമ്മൾ നിത്യതയിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ വർധനവ് തുടർന്നുകൊണ്ടേയിരിക്കും. എൻലെസ്. അവൻ്റെ സമാധാനത്തിൻ്റെ വർധനവിനും ആധിപത്യത്തിനും അവസാനമില്ല. ആമേൻ. അതുകൊണ്ടാണ് പാസ്റ്റർമാർക്ക് പെൻഷൻ ഇല്ലാത്തത്, റിട്ടയർമെൻ്റ് ഇല്ല. നിങ്ങൾ ജോലിയിൽ കയറി നിങ്ങൾ മാക്സിമം അതിൻ്റെ ആ ടോപ്പ് പൊസിഷൻ വരെ എത്തിച്ചു, അതിനപ്പുറത്ത് പോകാനൊക്കത്തില്ലല്ലോ. അവിടെ വരുമ്പോൾ റിട്ടയർമെൻറ്റും വരും.
എന്നാൽ ആത്മീക ജീവിതത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല. 90-ാം വയസ്സിലും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞൊരു നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ റിട്ടയർ ആയി എന്നൊരിക്കലും നിങ്ങളുടെ സംവിധാനത്തിന് അറിവ് കൊടുക്കരുത്. ഈ 56 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 57 അത് 57 എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ സമയമാണ്. നമ്മുടെ സർക്കാരിന് അറിയത്തില്ല, ഏറ്റവും അധികം ഒരാൾ മച്യൂർ ആകുന്നത് 50 വയസ്സാകുമ്പോഴാണ്, പക്വതയിൽ വരുന്ന 50 വയസ്സാകുമ്പോഴാണ്. പിന്നെ അതിനുശേഷം ശരിയായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 57 മുതലൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്. ആ സമയത്ത് കൊണ്ടുവന്നിട്ട് ഇവരൊരൊറ്റ റിട്ടയർമെൻ്റ് എന്നുള്ള ഒരു അടിയടിക്കുമ്പോൾ നമ്മുടെ സംവിധാനത്തിന് അറിവ് കിട്ടും, നമ്മുടെ പരിപാടി തീർന്നു. അതോടുകൂടെ നിങ്ങൾ താഴോട്ട് പോകും. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നിനക്ക് മുകളിലോട്ട് പോകുന്ന ഒരു പാതയാണ് കർത്താവ് തുറന്നിരിക്കുന്നത്. റിട്ടയർമെൻ്റ് ഇല്ലാതെ കർത്താവ് നിന്നെ നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് നൽകിത്തരുന്ന ഇൻക്രീസ് എൻലെസ് ആയിട്ടുള്ള ഇൻക്രീസാണ്. ഹല്ലേലൂയ. ഇനിയും നിനക്ക് അധികം രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുണ്ട്. അധികം ജാതികളോട് നിനക്ക് പ്രവചിക്കുവാനുണ്ട്. അധികം വംശങ്ങളോട് നിനക്ക് പ്രവചിക്കുവാനുണ്ട്. 90 വയസ്സിലധികമുള്ള യോഹന്നാനോട് ദൂതൻ പറയുന്ന കാര്യമാണ്, നിന്റെ കാര്യം തീർന്നിട്ടില്ല, ഇനിയും നിനക്ക് അധികം രാജാക്കന്മാരോടും ജാതികളോടും വംശങ്ങളോടും ഭാഷക്കാരോടുമൊക്കെ പ്രവചിക്കുവാനുണ്ട് എന്നുള്ള ദൂത് വിശ്വസിച്ച് സ്വീകരിച്ച് അടുത്ത ഒരു വർധനവിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കണം. അടുത്ത ഒരു വർധനവിന് വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കണം. ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ തിരിച്ച് പറയരുത്, കർത്താവേ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തനാണ്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറരുത്. നീ കയറി ചെല്ലുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയാണ് എങ്കിൽ നിനക്ക് അടുത്ത ഉയരത്തിലേക്ക് പോകുവാൻ കഴിയും. അവിടെ ആ ഉയരത്തിലെത്തിയപ്പോഴാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ കേട്ടതുപോലെ അത് റിലം ഓഫ് സൂപ്പർ നാച്ചുറൽ ആകുന്നു. പ്രകൃതിയാതീത പ്രതലത്തിലാണ് നീ എത്തിയിരിക്കുന്നത്. ഫ്രം ദ നാച്ചുറൽ ടു ദ സൂപ്പർ നാച്ചുറൽ. ചേർന്ന് പറഞ്ഞ്, നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക്, മാനുഷിക തലത്തിൽ നിന്ന് അമാനുഷിക തലത്തിലേക്ക്, സാധാരണ നിലയിൽ നിന്ന് അസാധാരണ നിലയിലേക്ക്. നിങ്ങളെല്ലാം അസാധാരണമാകുന്ന തലങ്ങളിൽ പ്രയോജനപ്പെടാൻ പോകുകയാണ്. അസാധാരണ പാതകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. അസാധാരണ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാണ്. അസാധാരണ ബന്ധങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുവാൻ പോകുന്നു. ഇതൊക്കെ വിശ്വസിച്ചങ്ങ് സ്വീകരിക്കണം. ധൈര്യമായിട്ട് വിശ്വസിച്ചങ്ങ് സ്വീകരിക്കണം. റിസപ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ദേവദാസനുണ്ട്, കോട്ടയത്തിൽ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ CX ബിജു പാസ്റ്ററുടെ ചർച്ചിലായിരുന്നു. അന്നേരം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിന് എഴുത്തും വായനയൊന്നും അറിയാതെ വലിയ സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഭയങ്കര അഭിഷേകമാണ്. അപ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട്, എല്ലാവരും ഇരിക്കുക അതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ വന്നിട്ട് തൊട്ടിപ്പുറത്തിരുന്ന ആളുടെ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ആ പുള്ളിക്ക് യാതൊരു അനക്കവുമില്ല. തൊട്ടപ്പുറത്തിരുന്ന എൻ്റെ സുഹൃത്ത് പുള്ളി ആത്മാവിലായി. കർത്താവ്, ആ വചനം ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് പ്രവാചകൻ പിന്നെയും പറയണം, നിന്നെ കർത്താവ് ലോകരാജ്യങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. പുള്ളിക്ക് യാതൊരു അനക്കവുമില്ല. ഇപ്പുറത്ത് എൻ്റെ സുഹൃത്ത് സ്വീകരിച്ചു. ഇദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ ഹെലികോപ്റ്ററിൽ കർത്താവ് കയറ്റും. ഈ പുള്ളി അതൊന്നും വിശ്വസിച്ചില്ല. തൊട്ടപ്പുറത്തുന്ന പുള്ളി വിശ്വസിച്ചു. മുഴുവൻ കാര്യങ്ങളും ഓപ്പണായി. പുള്ളിക്ക് മുഴുവൻ ഓപ്പണായി. പുള്ളിക്ക് മുഴുവൻ ഓപ്പണായി. അമേരിക്കൻ എംബസിയിൽ ചെന്നപ്പോൾ കൗൺസിലർ ചോദിച്ചു, നിങ്ങൾ എന്തുവരെ പഠിച്ചിട്ടുണ്ട് ചോദിച്ചു. പുള്ളി 4ാം ക്ലാസ്. യുവർ വിസ ഇസ് സ്റ്റാമ്പ്ഡ്, അപ്രൂവ്ഡ്. അതെന്തൊരു കൗൺസിലറാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കൂടുതൽ ചോദ്യം, 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഉടൻ തന്നെ വിസ കിട്ടി. അപ്പോൾ റിസീവിങ്ങിലാണ് കാര്യങ്ങളിരിക്കുന്നത്.
എൻ്റെ വൈഫ് യാക്കോബായിലായിരുന്നു. അപ്പോൾ യാക്കോബായിലായിരുന്നപ്പോൾ അവരുടെ വീട്ടിലൊരു പെന്തിക്കോസുകാരി പ്രാർത്ഥിക്കാൻ വന്നു. പെന്തിക്കോസുകാരി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഈ പിള്ളേരെല്ലാം നിലത്തിരിക്കും, കൊച്ചു പിള്ളേർ 9ാം ക്ലാസ്സിൽ പഠിക്കും, പിള്ളേരെല്ലാം നിലത്തിരിക്കുക. അപ്പം ഇവർക്കൊന്നും അറിയത്തില്ല, ഒരു ബൈബിൾ പോലും വായിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് എൻ്റെ സഹോദരിമാർ അവിടെ ഇരിക്കുന്നു. എൻ്റെ ഈ വന്ന സഹോദരി, ഈ പെൻ്റക്കോസ്റ്റൽ സഹോദരി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ യാക്കോബക്കാരായിട്ടുള്ള ഒന്നും അറിയാത്തവർക്ക് ഒരനക്കവുമില്ല. അപ്പോൾ ആ സഹോദരി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും, വിട്ടുകൊടുക്ക്. അപ്പം ഷീബ വിചാരിക്കും, എന്താ ഈ വിട്ടുകൊടുക്കുക. എന്നതുപോലെ ഇന്ന് പകൽ എനിക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാകുന്നു, ഒന്ന് വിട്ടുകൊടുക്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകും ആ ഭാഷ. അത് ഷീബയ്ക്ക് അത് മനസ്സിലായില്ല. മനസ്സിലാകാതിരുന്നിട്ടും ഷീബ അന്ന് അഭിഷേകം പ്രാപിച്ചു. ഒരു പെൻ്റക്കോസ്റ്റലുകാരി യാക്കോബക്കാരുടെ വീട്ടിൽ കയറി ആ കുട്ടികൾ അഭിഷേകം പ്രാപിച്ചതോടുകൂടിയാണ് അരുണാചൽ റിവൈവലിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്ന് നിൻ്റെ മേലൊരു അഭിഷേകം വീഴുന്നതായിരിക്കും നിൻ്റെ ആ നെയ്ബർഹുഡിൽ ഒരു വലിയ റിവൈവൽ പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമായി തീരുന്നത്. അത്തരം തുറന്ന അന്യഭാഷകളിൽ സംസാരിച്ച് പ്രതികരിക്ക്. അഭിഷേകം പ്രാപിക്കുവാനുള്ളവർ തങ്ങളുടെ അധരങ്ങളെ തുറക്കുക, തങ്ങളുടെ ശരീരങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കുക. ഇതുവരെ നീ കയറിയിട്ടില്ലാത്ത ഒരു ഉയരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ന്യൂ ഹൈറ്റ് നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിന്നെ നാച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക് കർത്താവ് ഷിഫ്റ്റ് ചെയ്യുന്നു. നിന്നെ ഹ്യൂമനിൽ നിന്ന് സൂപ്പർ ഹ്യൂമനിലേക്ക് കർത്താവ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നിന്നെ യൂഷ്വലായിട്ടുള്ള സ്ഥലത്ത് നിന്ന് അൺയൂഷ്വലായിട്ടുള്ളൊരു പ്രതലത്തിലേക്ക് കർത്താവ് നിന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓ, അധരങ്ങൾ തുറന്ന് ദൈവശക്തി നിന്നെ തൊടട്ടെ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആത്മസാന്നിധ്യത്തിലായിരിക്കുമ്പം കണ്ണടച്ച് ആത്മാവിൽ ആരാധിക്കുന്ന സന്ദർഭത്തിൽ കണ്ണടയ്ക്കുന്ന ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ്. കണ്ണടച്ചിട്ട് വാ തുറക്കണം. നിങ്ങളുടെ ശബ്ദമാണ് വളരെ പ്രധാനപ്പെട്ടത്. ശബ്ദത്തിലൂടെയാണ് നമുക്ക് ആത്മതലങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയുന്നത്. നിങ്ങൾ ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ആ സ്തുതി നിങ്ങൾ ഉയർത്തുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇനി സ്വർഗത്തിൽ നിന്ന് വരേണ്ട കാര്യമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പാർക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാണനിലേക്കും ശരീരത്തിലേക്കും വരിക എന്നതാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. അവിടെ ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ പ്രാണൻ തുറക്കപ്പെടും. പ്രാണനിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴാകുന്നു ബുദ്ധിതലങ്ങളെ തൊട്ടു എന്നതിൻ്റെ അടയാളമായിട്ട് അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തീരത്തില്ല, നിങ്ങളുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരണം. ശരീരത്തിൽ വരുമ്പോഴാണ് ശക്തി വെളിപ്പെടുന്നത്. പവർ, ശക്തി വെളിപ്പെടുന്നു. വാ, ശക്തി വെളിപ്പെടുന്നു. കേവലം നിങ്ങൾ അന്യഭാഷ പറയുന്നു, അതുമാത്രമല്ല, നിങ്ങൾക്ക് ശരീരത്തിൽ ശക്തി അനുഭവിക്കുവാനുള്ള ആ സാധ്യതയെ നിങ്ങൾ മുതലെടുക്കണം. ആ നിലയിൽ ഞങ്ങൾ ഈ ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ
പ്രത്യേകം അവസാനം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അതിനിടയിൽ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ കഴിയും. ആത്മശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. പ്രതലങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. അങ്ങനെ ഉയർന്ന പ്രതലത്തിലെത്തിയ പ്രതലം സൂപ്പർ നാച്ചുറലാണ്. സൂപ്പർ നാച്ചുറലിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കോലാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അന്യഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ പ്രകൃതിയാതീത തലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. പ്രകൃതിയാതീത തലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കോലാണ് അന്യഭാഷ. അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് പ്രകൃതിയാതീത തലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അങ്ങനെ നമ്മളിപ്പോൾ പ്രകൃതിയാതീത തലത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ സൂപ്പർ നാച്ചുറലായിരിക്കുന്നു. വാതിൽ തുറന്നു, അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. യേശു വാതിൽ തുറന്നു, ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നമ്മളെ ലിഫ്റ്റ് ചെയ്ത് അവിടെ എത്തിച്ചു. അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ തുറക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ അന്യഭാഷയിൽ സംസാരിച്ചു. അന്യഭാഷയിൽ തുറന്നു. അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. നമ്മൾ അകത്ത് കയറി. വാ! അപ്പോൾ നിങ്ങളിപ്പോൾ സൂപ്പർ നാച്ചുറലാണ് ആയിരിക്കുന്നത്. ഓ, അകത്ത് കയറിയിരിക്കുന്നു. അകത്ത് കയറിയിരിക്കുന്നു. ഓ, നിങ്ങളകത്ത് കയറിയപ്പോൾ പുതിയൊരു സ്ഥലമാണ്. നിങ്ങളിങ്ങനെ വലത്തുമൊക്കെ നമ്മൾ നോക്കുകയാണിത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക പ്രതലത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ അനുഭവിക്കുവാൻ കഴിയും. നേരത്തെ ആയിരുന്ന നാച്ചുറൽ ആയിരുന്നത് പോലെയുള്ളൊരു സ്ഥലമല്ലിത്. ഇത് വ്യത്യസ്തമാകുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് നമുക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയും. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഓ, വാ 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 വാ! പ്രസൻസ്, 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 പ്രസൻസ്. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം. ഓ, സമോസ് മെലി വലേ സ്പാഥിനി റിയാൻഥുനി സബർഥുനി ലംതിരി വറൂസ് പാഥനി ദാക്ഷുബരാന്ഥിനി ലിയാന്ഥുനി അവർ വസന്ഥിനി ലിബതുനാരദ. അവിടുത്തെ സാന്നിധ്യം. അപ്പോൾ ഈ സൂപ്പർ നാച്ചുറൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊമോഷനിൽ നമ്മൾ എത്തിയിരിക്കുന്ന പ്രതലത്തിൽ എല്ലായിടത്തും ജീസസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ ജീസസിൻ്റെ പ്രസൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അങ്ങനെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. സാന്നിധ്യം വഹിക്കുന്നവരായി നിങ്ങൾ തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഓ, കമോൺ കമോൺ, ഹല്ലേലൂയ. എവിടെ പോയാലും യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയും യേശുവിൻ്റെ സാന്നിധ്യം വഹിക്കുന്നവരായിത്തീരുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഇവിടെ കടന്നു വന്നവരെ കർത്താവ് പ്രമോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വരൾച്ചകളുടെ നാളുകൾ തീർന്നുപോയി. ചില പ്രത്യേക നാളുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ ദൂരവേ ആയിരിക്കുന്നു, എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള സമയങ്ങൾ കടന്നുപോയി. 24 hours a day, 7 days a week അവിടുത്തെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരാക്കി കർത്താവ് നിങ്ങളെ മാറ്റുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന 17-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 5:17 അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആ അവസാന ഭാഗത്ത് ശ്രദ്ധിക്കുക. Now it happened. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ and the power of the Lord was present to heal them. Jesus is present. നിന്റെ ജീവിതത്തിൽ ജീസസ് ഈസ് പ്രസന്റ്. നിന്റെ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് ഈസ് പ്രസന്റ്. നീ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പെട്ടെന്ന് നോക്കും. അവർക്കറിയാം നീ മാത്രമല്ല വന്നിരിക്കുന്നത്, നിന്റെ കൂടെ ആരോ വന്നിട്ടുണ്ട്. അവരുടെ നോട്ടം കാണുമ്പോൾ അറിയാം.
പല സന്ദർഭങ്ങളിലും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ നോട്ടം കാണുമ്പോൾ അറിയാം, അവർക്ക് മനസ്സിലാകുന്നു ഇയാൾ മാത്രമല്ല വന്നിരിക്കുന്നത്, ഇയാളുടെ കൂടാരോ വന്നിട്ടുണ്ട്. സാന്നിധ്യത്തെ വഹിക്കുന്നവരാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഓയ ഹല്ലേലൂയ. നീ സാന്നിധ്യത്തെ വഹിക്കുന്ന വ്യക്തിയായി തീരണമെന്നുണ്ടെങ്കിൽ നീ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ പരിശീലിക്കണം. സാന്നിധ്യത്തിൽ നീ ജീവിക്കുവാൻ, ആ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നീ പരിശീലിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാന്നിധ്യത്തെ നിനക്ക് വഹിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന നിലയിൽ ആ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ നീ പരിശീലിക്കണം. യേശുവിൻ്റെ പ്രോമിസ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങൾ. അതുകൊണ്ട് കർത്താവ് നമ്മളെ വിട്ടുപോകും ഇല്ല. നമുക്ക് അനുഭവിക്കാത്ത സമയത്തും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ട്, ഓൾവേസ്. പക്ഷേ മാനിഫെസ്റ്റ് പ്രസൻസ് എന്ന് പറയുന്നത്, പ്രകടമാകുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് അനുഭവിക്കാൻ കഴിയുന്ന സാന്നിധ്യമാണ്. പ്രകടമാകുന്ന സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന സാന്നിധ്യമാണ്. ആ അനുഭവിക്കാൻ കഴിയുന്ന സാന്നിധ്യത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. ഇന്ന് പകൽ നമ്മൾ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, യോജിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സാന്നിധ്യത്തിൻ്റെ അളവിന് വർധനവുണ്ടാകും. 2000 ആണ്ടിൽ അരുണാചൽ പ്രദേശിൽ ഉണർവുണ്ടായ ആ പ്രത്യേക ദിവസം, ഏപ്രിൽ മാസം 22-ാം തീയതിയാണെന്ന് തോന്നുന്നു. 22-ാം തീയതി ഉണർവുണ്ടായ പ്രത്യേക ദിവസം. ഉണർവുണ്ടായ പ്രത്യേക ദിവസം ചർച്ചിലേക്ക് കയറാൻ വേണ്ടി പാസ്റ്റർ അവിടെ വന്നിട്ടുണ്ട്. പാസ്റ്റർ അവിടെ പഴയ ചർച്ചിൽ, ആ ഉണർവുണ്ടായ ചർച്ചിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ചർച്ചിലേക്ക് കയറുവാൻ വേണ്ടി താഴെ നിന്ന് സ്റ്റെപ്സ് ഉണ്ട്. ഒരു 10-50 സ്റ്റെപ്സ് കയറിയെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ ചർച്ചിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആളുകൾ ആ സ്റ്റെപ്സിൻ്റെ അരികിൽ, റോഡിൽ നിന്ന് സ്റ്റെപ്പിൻ്റെ അരികിലോട്ട് വരുമ്പോൾ അടിച്ച് താഴെ വിടാൻ തുടങ്ങി. അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ചിലർ സ്റ്റെപ്പ് കയറി പകുതി വരുന്ന ഉടനെ താഴെ വീടും ഭൂതമുളക്. വാ 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 വാ. അത് പ്രസൻസ് ആണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ അന്ന് രാവിലെ ശുശ്രൂഷ തുടങ്ങിയതാണ്. വൈകുന്നേരം വരെ ഇങ്ങനെ 4 മണി 5 മണി വരെ നോൺ സ്റ്റോപ്പായിട്ട് പോവുകയാണ്. പ്രസൻസിൽ അങ്ങനെ പോവുകയാണ്. ആളുകൾക്ക് നാച്ചുറൽ നീഡ്സിന് പോകാൻ കഴിയത്തില്ല, അതിൻ്റെ ആവശ്യമില്ലാതെ വരും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഒരിടത്ത് ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹം രാവിലെ 11 മണിക്ക് കയറി നിർത്തിയപ്പോൾ 5 മണിയും കണ്ടായി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം സ്റ്റേജ് വിട്ടു പോയില്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പാസ്റ്ററും സ്റ്റേജ് വിട്ടു പോയില്ല. ജനം ആരും പോയില്ല. ജനം ആരും അവർക്ക് നാച്ചുറൽ നീഡ്സിന് വേണ്ടി പോകണ്ട് ആരും പോയില്ല. ഈ പാസ്റ്റർക്ക് പോകണ്ട്. 7 hours വൺ സ്ട്രെച്ചും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയാണ്. അവൻ പാസ്റ്റർ പോയിട്ടുണ്ട്. ഞാൻ നൈജീരിയയിൽ അപ്പോസ്റ്റൽ ഈനോക്ക് അഡിബോയിയുടെ ചർച്ചിൽ പോയപ്പോൾ അവരുടെ ഈനോക്ക് അഡിബോയ് പാസ്റ്റർ താമസിച്ച പഴയ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ റൂമിലിരുന്ന് അപ്പോസ്റ്റൽ പ്രാർത്ഥിക്കുമ്പോഴാണ് 33 hours നോൺ സ്റ്റോപ്പ് പ്രാർത്ഥിച്ചത്. ഒരു ദിവസം സാധാരണ നിലയിൽ കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിരുന്നു. 33 അല്ല 38. സാധാരണ നിലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയിരുന്നു. 1-2 മണിക്കൂർ പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ച അപ്പോസ്റ്റൽ പ്രാർത്ഥിക്കാനിരുന്നു. അപ്പോസ്റ്റൽ പിന്നീട് വാച്ച് നോക്കിയപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞു? 38 hours കഴിഞ്ഞു. വെള്ളം കുടിച്ചോ? ഇല്ല. പുറത്ത് നാച്ചുറൽ നീഡ്സിന് പോയോ? ഇല്ല. പ്രിയമുള്ളവരെ, സ്വർഗം വ്യത്യസ്തമാകുന്നു. സ്വർഗം വ്യത്യസ്തമാകുന്നു. സ്വർഗത്തിന് താൽക്കാലികമായിട്ട് ഭൂമിയെ ഇൻവൈഡ് ചെയ്യാൻ കഴിയും. ഇന്ന് വേണേൽ ഈ പകലിൽ സ്വർഗത്തിന് നമ്മളെ കയറി അങ്ങ് ഇൻവൈഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ കുറേ സമയത്തേക്ക് സ്വർഗത്തിൽ അങ്ങാകും.
നിങ്ങൾ സ്വർഗത്തിലാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ വേസ്റ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിൽ നോ ടോയ്ലറ്റ്സ്. നമ്മുടെ സംവിധാനത്തിന് തന്നെ മാറ്റം ഉണ്ടാകും. നമ്മളിവിടുന്ന് മാറി. ഏലിയാവ് പോയിട്ട് എത്ര വർഷമായി? ഏലിയാവ് പോയിട്ട് എത്ര വർഷമായി? ഏലിയാവ് പോയിട്ട് ഇപ്പം 10,000 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 3000 years കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബോഡിയിലാണ് പോയത്. അപ്പം ഈ ബോഡിക്ക് ഇപ്പോഴുള്ള ഈ പല സംവിധാനം ശ്വസിക്കണം. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പുറത്തെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ശ്വാസോച്ഛ്വാസ സംവിധാനങ്ങളൊന്നും ഇല്ല. അവിടെ ലങ്സ് ഫങ്ഷൻ ചെയ്യും, അതൊന്നും എനിക്കറിയത്തില്ല. ഏലിയാവിൻ്റെ ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല. ആമേൻ. പക്ഷേ ആ അന്തരീക്ഷത്തിലേക്ക് നീ ഷിഫ്റ്റ് ആകുകയാണെങ്കിൽ നിന്റെ മൊത്തം സ്ഥിതിക്ക് മാറ്റം വരുന്ന ഒരു തലത്തിലേക്കാണ് നീ മാറ്റപ്പെടുന്നത്. വാ. സാന്നിധ്യത്തിലേക്ക് കയറിക്കോ, സാന്നിധ്യത്തിലേക്ക് കയറിക്കോ. അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നീ പ്രവേശിക്കുക, അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നീ പ്രവേശിക്കുക. അങ്ങനെയാണ് അരുണാചൽ റിവൈവൽ ഉണ്ടായ സന്ദർഭത്തിൽ ഈ ആളുകൾ ഇവിടെ പിന്നെ ഓരോരുത്തർ തപ്പിപ്പിടിച്ച് മേളിൽ കയറി വന്നു. ചോർച്ച് മുഴുവൻ നിറയുകയുണ്ടായി. എണ്ണത്തിൽ വർധനമുണ്ടാകും. ഞാനിന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ നല്ല ക്യാമ്പസ്, ഇഷ്ടംപോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ, ഇത്രയും നല്ലൊരു ബ്ലസ്സഡ് പ്ലേസ് കർത്താവ് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇഷ്ടംപോലെ വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ കർത്താവ് വന്നതിനായി സ്തോത്രം ചെയ്യും. ഇവിടെ വന്ന ആൾ തിക്കും തിരക്കും കൂട്ടണം. അതിനുവേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നത്. ആമേൻ. ഇവിടുത്തെ ഈ എറണാകുളം പട്ടണത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുന്നമേ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചാണ്. ഇവിടുത്തെ ഈ ആത്മമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു ആത്മമണ്ഡലമല്ല, ചെലന്തി വല പോലെയുള്ളൂ. ഊതിയാൽ പോകുന്ന ആത്മമണ്ഡലമാണ്. ഇവിടെയുള്ള സഭകൾ അത് തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കൊയ്ത്ത് നടത്താൻ കഴിയുന്ന പട്ടണം എറണാകുളം പട്ടണം. ലൂക്കോസ് 12 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ. യേശുവിൻ നാമത്തിൽ അതിവിടെ സംഭവിക്കട്ടെ. ആമേൻ. ആളുകൾ 1000 ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ കേരളത്തിൽ അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പട്ടണത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. ഈ ചർച്ചിൽ അത് സംഭവിക്കട്ടെ. ആ വലിയ ഉണർവിന്റെ ഭാഗമാകുവാൻ നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ പുതപ്പ് വന്ന് വീഴട്ടെ. ഓ യെസ്, ഹല്ലേലൂയ. സാന്നിധ്യത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സഭയായിട്ട് ഈ സഭ മാറട്ടെ. ഈ പകൽ തന്നെ അത്തരത്തിലുള്ള ഒരു പോർട്ടൽ തുറക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ട് അത്തരത്തിലൊരു പോർട്ടൽ തുറക്കപ്പെടുവാൻ വേണ്ടി ചലിക്കട്ടെ, ചലിക്കട്ടെ. അഭിഷേകം ചലിക്കട്ടെ. നിന്റെ മേൽ അഭിഷേകം ചലിക്കട്ടെ. ഞാൻ ഇന്നലെ ഡോഴ്സിനെ കുറിച്ചും വിൻഡോസിനെ കുറിച്ചും ഗേറ്റിനെ കുറിച്ചും പോർട്ടലിനെ കുറിച്ചും പറഞ്ഞു. അപ്പം നമുക്ക് തന്നെ ഒരു പോർട്ടൽ, ഓരോരുത്തർക്കും ഒരു പോർട്ടലാകാൻ കഴിയും. ഇനി നിന്റെ വീടൊരു പോർട്ടലാകും. ഇനി ചിലപ്പോൾ നിന്റെ ചർച്ചൊരു പോർട്ടലാകും. ഇനി വേറൊരു കാര്യമുണ്ടെന്ന്, ചില സിറ്റികൾ പോർട്ടൽസാണ്. ഇനി ഇന്ത്യയിൽ ഞാൻ കണ്ട വേറൊരു കാര്യമാണ്, ചില സ്റ്റേറ്റുകൾ പോർട്ടലാണ്.
ഇപ്പോൾ പഞ്ചാബിലേക്ക് ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒരു യാത്ര ചെയ്യും. ഡൽഹി എയർപോർട്ട്, കേരളത്തിൽ നിന്ന് ഞാൻ ഡൽഹി വരെ യാത്ര ചെയ്തു. ഡൽഹി യാത്ര ചെയ്തിട്ട് പഞ്ചാബിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഞാൻ ഡൽഹിയിൽ നിന്ന് കയറി. ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് കയറാനുള്ള ഫ്ലൈറ്റ് കയറിയപ്പോൾ സാന്നിധ്യം മാറി. ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. അമൃത്സർ വരെ ഞാൻ കരയുക. എനിക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സ്റ്റേറ്റിൻ്റെ മേൽ പോർട്ടൽ തുറന്നിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ആ സ്റ്റേറ്റിൽ ഏത് മൂലയ്ക്ക് പോയി ഒരു പാസ്റ്റർ ഒരു പ്രസംഗം നടത്തിയാലും 1000 പേര് രക്ഷിക്കപ്പെടാനുണ്ടാകും. ഒരു 2000 പേരിൽ കുറഞ്ഞ ഒരു സഭ പോലും അവിടെ ഇല്ല. അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചിൽ ഞാൻ പോയി കാണാൻ വേണ്ടി പോയതാണ്. പാസ്റ്റർ അങ്കൂർ നെറലോടെ ചർച്ചിൽ പോയി. ഞാൻ അവിടെ 11:30 അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ 1/2 കിലോമീറ്റർ പുറകിലാണ് ഇരിക്കുന്നത്. എനിക്ക് മുൻവശത്തേക്കൊന്നും പോകാൻ ആഗ്രഹമുണ്ട്, അഷസ് വിടത്തില്ല. അപ്പം ഞാൻ ഈ അഷസിനോട് ഇവരൊക്കെ എപ്പോഴാണ് വന്നത്? എൻ്റെ സാറേ ഇന്നലെ വന്നിരിക്കുക ഇവിടെ. തലേ ദിവസം വന്ന് അവിടെ ഇരിക്കുക. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ തലേ ദിവസം വന്നിരിക്കുന്നവർക്ക് രാവിലെ പല്ല് തേക്കാൻ പാടില്ല. ഒറ്റ ഒരാൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എണീക്കത്തില്ല, കാരണം എണീച്ച സ്ഥലം പോകും. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രിൻസിപ്പിളാണ് അപ്പോസ്തലൻ ഈനോക്ക് അടിബോയ്ക്ക് സംഭവിച്ച പ്രിൻസിപ്പിളാണ് സംഭവിക്കുന്നത്. സാന്നിധ്യത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം വേറെയാണ്. അത് വേറൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ്. എന്നിട്ട് ഈ 11:30 കയറിയിട്ട് ഞാൻ ഈ മീറ്റിങ്ങിൽ പാസ്റ്റർ അങ്കൂർ നെറോള പ്രസംഗിക്കുന്ന വരുന്ന കാണാനിരുന്നിട്ട് നമ്മുടെ ചർച്ചിൽ ഇവിടെ ഇപ്പം 11:30 മീറ്റിംഗ് തുടങ്ങിയില്ലേ, 11:30 വരുമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്നത് 1:30-ക്കാണ്. 1:30-ക്ക് പ്രസംഗിക്കാൻ വന്നിട്ട് 5 മണി വരെയാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഈ ജനം എത്ര മണിക്കൂർ കയറിയവരാണ്? രാവിലെ കയറിയവരെടുക്കുകയാണെങ്കിൽ 8:30 കണ്ടാൽ അവിടെ തുടങ്ങിയത്. അപ്പോൾ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ ഇരിക്കുകയാണ്. ആർക്കെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ പോകേണ്ടതായിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് പോകേണ്ടതായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഡയബറ്റീസ് രോഗികളില്ലേ? എല്ലാവരും ഉണ്ടല്ലോ. അവർക്ക് അന്നേരം അതിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. സാന്നിധ്യത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ നിനക്ക് പിന്നെ പുറത്തു പോകുവാൻ ആഗ്രഹമുണ്ടാകത്തില്ല. ഓ യേശുവിൻ നാമത്തിൽ ആമേൻ. സാന്നിധ്യത്തെ വഹിക്കുകയും സാന്നിധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരായിട്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ അങ്ങനെയായി തീരട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ ഇൻവൈറ്റ് ചെയ്യട്ടെ. ആമേൻ. അർജൻറ്റീനയിൽ ക്ലൗഡിയ ഫ്രിഡ്സൺ എന്ന് പറയുന്നൊരു ദേവദാസനുണ്ട്. അർജൻറ്റീനയിൽ 1970-കളിൽ മുതൽ ഭയങ്കരമായ ഉണർവ് നടന്നു. ദൈവം വ്യത്യസ്തരാകുന്ന ദേവദാസന്മാരെ അവിടെ ഉപയോഗിക്കുകയുണ്ടായി. അതിൽ കാർലോസ് അന്നാകോണ്ടിയ ഉണ്ട്. അതോടൊന്നിച്ച് തന്നെ ദൈവം ഉപയോഗിച്ച മറ്റൊരു വളരെ ശക്തനാകുന്നൊരു അഭിഷക്തനാണ് ക്ലൗഡിയ ഫ്രിഡ്സൺ. ക്ലൗഡിയ ഫ്രിഡ്സൺ സാധാരണ നിലയിൽ ആയിരുന്നു 1991 1991 അദ്ദേഹത്തിൻ്റെ വലിയ ചർച്ചയായിരുന്നു. വലിയൊരു പ്രൊമിസസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വലിയ ആളൊന്നും ഇല്ലായിരുന്നു. 10-500 ആളുകൾ കൂടുന്ന ഒരു ചെറിയ കോൺഗ്രിഗേഷനായിരുന്നു. അപ്പോൾ അവരൊരു സ്പെഷ്യൽ ഡേ മീറ്റിംഗ് വയ്ക്കുകയുണ്ടായി. ആ സ്പെഷ്യൽ ഡേ മീറ്റിംഗ് വെച്ചപ്പോൾ ആ മീറ്റിംഗ് രാവിലെ കണ്ട് തുടങ്ങിയതാണ്. അതിങ്ങനെ നീണ്ടുപോയി വൈകുന്നേരമായിട്ടും തീരുന്നില്ല. അത് കഴിഞ്ഞിട്ടൊന്ന് തുടരുകയാണ്, തീരുന്നില്ല. രാത്രി 12 മണിയായി. 12 മണിയായി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വിചാരിച്ചത് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്തു, അവസാനിപ്പിക്കരുത്. വാ വാ. പാസ്റ്റർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ നിങ്ങൾ കുട്ടികളെല്ലാം പുറത്ത് ചാടിക്കളിച്ച് നടക്കുക. രാവിലെ വന്നതാണ്, ഇവരുടെ പിള്ളേരെല്ലാം പുറത്ത് ചാടിക്കളി, കുട്ടികളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അകത്തേലും കയറ്റം രാത്രിയായാലും. അങ്ങനെ മാതാപിതാക്കൾ പോയി കുട്ടികളെ കൊണ്ടുവന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ വന്നു അവരെ മുന്നിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോഴേ ഈ കുട്ടികൾ മുഴുവൻ ആത്മവിശ്വതയിൽ വീണു. അപ്പുറത്ത് അവർ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ
സാധാരണ നിലയിലായിരുന്ന കുഞ്ഞുങ്ങൾ സാന്നിധ്യത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആത്മവിശുദ്ധയിൽ വീണു. ആത്മവിശുദ്ധയിൽ വീണ് കഴിഞ്ഞപ്പോൾ പാസ് നോക്കിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങുന്നു. ചില കുഞ്ഞുങ്ങൾ ചാടി എഴുന്നിട്ട് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ പോയി ഞാൻ യേശുവിനെ കണ്ടു. അന്തരീക്ഷം മാറി നോൺ സ്റ്റോപ്പായി തീർന്നു. നോൺ സ്റ്റോപ്പായി തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഈ 500 പേരുള്ള ചർച്ച, അന്ന് യൂട്യൂബില്ല, അന്ന് ഫേസ്ബുക്കില്ല, അന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കാനൊക്കത്തില്ല, നോട്ടീസ് അടിക്കാനൊക്കെ സമയം കിട്ടിയില്ല. നെക്സ്റ്റ് ഡേയിൽ ഈ ചർച്ചിനകത്ത് 7000 പേര് കയറി. വാ 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 വായിക്ക ശബ്രോല പേച്ചരേ. ഞാൻ ഈ അഭിഷക്തനെ അദ്ദേഹം വേണ്ടി പ്രാർത്ഥിച്ചു. സംസാരിക്കണമെന്നില്ല. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ഈ ക്ലൗഡിയ ഫ്രിഡ്സിന് ഇന്നും അദ്ദേഹം ശക്തമായി പ്രയോജനപ്പെടുന്നു. ക്ലൗഡിയ ഫ്രിഡ്സിൻ എന്ന് പറയുന്ന ദേവദാസനെ എനിക്ക് നേരിട്ട് കാണുവാനൊരു ചെറിയ അവസരം ലഭിച്ചു. അപ്പോൾ ആ ദേവദാസൻ പറയുന്നത്, ഇവരെ ആര് കൊണ്ടുവന്നു? അതാണ് സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഹോളി സ്പിരിറ്റിനാൽ ഉള്ള ഒരു അടുപ്പിക്കലുണ്ട്. വഴിയെ നടന്നു പോകുന്നവൻ ഇവിടോട്ട് കയറണമെന്ന് തോന്നുന്ന നിലവാരത്തിൽ ഈ ആരാധനാലയത്തിൽ സാന്നിധ്യം വന്ന് തിങ്ങി നിറയട്ടെ. വാ 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 ജബറ ലക്കത്തുഫല്ല റബതദതത ശബ്രഫല്ല തനല ഖറബതദത റബല്ലതു റത്തിരലകതദത മനതുഫല്ല റബതദത ദോ. അതിനുശേഷം ഈ ചർച്ച് വളർന്നിന്ന ഉണർവിന് വേണ്ടി ദൈവം അതിനുശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എൽ സാൽവഡോറിൽ ഒരു ക്രൂസൈഡിന് വേണ്ടി അദ്ദേഹം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ഗ്രൗണ്ടിൽ 60,000-ലധികം ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? ആരും അറിഞ്ഞതായിട്ട് പറയുന്നില്ല. എന്നെ അറിയാമോ? ആർക്കും ഇത് നമുക്ക് റെയിൻഹാർഡ് ബോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ക്ലൗഡിയ ഫ്രിഡ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? That's it. അതൊരു അഭിഷേകമാണ്. Take it. Wow. Wow, wow, wow. Sabarala katarala batarata. Val baratsa kalatarata. La katakala rabatarata. La tareka takalatarata. Ma farata spala. Rafala safarata. Oh, 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 oh. Masha vela tada shabela tada tada. Dere metana le katara bina tada tada tada. Zembrile vela tada tada tada. Sajabele sabara vela tada. Take it, take it, take it, take it. Leba raza la batara sabata. Take it, take it, take it, take it, take it. Maltel lerila tada tada. Dabara tada 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 rabata. Rabatu nabila tada tada tada. Oh, first part. Garajala sabala tada tada. Amen. Hallelujah. അതാണ് ബാംഗ്ലൂരിൽ 2024 സംഭവിച്ചത്. അവരങ്ങനെ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ ശുശ്രൂഷ രാത്രി 12 മണിയായപ്പോൾ നിർത്തി. ദേവദാസന്മാർ പോയി. പിന്നെ വീട്ടിൽ ചെന്ന് പാസ്റ്റർ അനീഷ് കിടന്നുറങ്ങി. രാവിലെ 4 മണിയായപ്പോൾ ചർച്ചിൽ എന്തോ ആണെന്ന് നോക്കി യൂട്യൂബ് ഒന്ന് നോക്കിയപ്പോൾ ചർച്ചിൽ അപ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവമാർ എന്താ ചെയ്യുന്നത്? കുറേ ചെറുപ്പക്കാരൊന്ന് ആരാധിക്കുകയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ കുട്ടികൾ ആത്മാവിൽ രാവിലെ 5 മണിക്ക് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ അനീഷ് വന്നപ്പോൾ പാസ്റ്റർ അനീഷ് മനസ്സിലായി ഇത് റിയലാണ്, ഇവർ വെറുതെ നിൽക്കുന്നതല്ല, ആത്മാവിലാണെന്ന് മനസ്സിലായി. അടുത്ത 25 ഡേയ്സ് നോൺ സ്റ്റോപ്പ് ആയിപ്പോയി. നോൺ സ്റ്റോപ്പ് 25 ഡേയ്സ് നോൺ സ്റ്റോപ്പ്. കീബോർഡ് ഓഫ് ചെയ്തിട്ടില്ല, എയർ കണ്ടീഷൻ ഓഫ് ചെയ്തിട്ടില്ല, ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടില്ല. യൂട്യൂബിൽ പോകുന്ന സംവിധാനമുണ്ട്, ഏതാണ്ട് സംഭവമുണ്ട്, ഈ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന സംഭവമുണ്ട്. ആ സംവിധാനം ഓഫ് ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടേഴ്സ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല.
25 ഡേയ്സ് കഴിഞ്ഞതിന് 25 ഡേയ്സോ 30 ഡേയ്സോ കഴിഞ്ഞതിന് ശേഷമാണ്, മൊത്തത്തിൽ 75 ഡേയ്സാണ് പോയത്. 30 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നെ ഈ നൈറ്റ് മീറ്റിങ്സ് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ രാത്രി 1 മണിക്കൊക്കെ ഞാൻ ശുശ്രൂഷിക്കുകയാണ്. 1 മണിക്ക് ശുശ്രൂഷിക്കുമ്പോൾ 1 മണിക്ക് ആളുകൾ കയറി വരും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ 1 മണിക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനയ്ക്കുണ്ടോ? നിങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ഇരിക്കേണ്ട, മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആത്മസാന്നിധ്യം ഇറങ്ങുന്ന ഇടത്ത് രാത്രി 2 മണിക്കും ആളുകൾ അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ 25 ദിവസം ഈ എയർ കണ്ടീഷൻ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു കീബോർഡ് 25 ദിവസം ഓഫ് ചെയ്യാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സൗണ്ട് സിസ്റ്റം 25 ദിവസമായിട്ട് ഓഫായിട്ടില്ല. അപ്പോൾ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന ആ എക്യുപ്മെൻറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചിലർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇതൊരു ഹിസ്റ്ററിയാണ്, ഈ എക്യുപ്മെൻറ്റ് 25 ഡേയ്സ് നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിയുന്നത്. അതൊരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രമാണിത് എന്ന് പറയുകയുണ്ടായി. അവർക്ക് അതിൻ്റെ പിന്നിലെ രഹസ്യം അറിയത്തില്ല, അത് സൂപ്പർ നാച്ചുറലിൽ സംഭവിക്കുന്ന കാര്യമാണെന്നുള്ളത് അവർക്കറിയത്തില്ല. സാന്നിധ്യം അവിടെ ഇൻവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മീഡിയ റൂമിൽ കയറുന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർ കാണുകയാണ്, ദൂതന്മാർ മീഡിയ റൂമിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കറക്റ്റാണ്, ഈ എക്യുപ്മെൻറ്റുകളെ മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. വാ, പത്രോസിൻ്റെ തടവറയിൽ ഒരു ദൂതൻ ഇറങ്ങി. അന്നത്തെ തടവറയാണ്, ഇലക്ട്രിസിറ്റി ഇല്ല. ഇനി മണ്ണെണ്ണ വിളക്കുണ്ടെങ്കിൽ മണ്ണെണ്ണ ഇല്ലല്ലോ അന്ന്. ഓക്കെ, ഇനി വിളക്കെന്തെങ്കിലും, അന്നത്തെ വിളക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിളക്കൊട്ട് ഈ തടവുകാർക്ക് കൊടുക്കത്തില്ല, കുറ്റാക്കൂരിട്ടാണ്. ആ കുറ്റാക്കുരുട്ടിൽ ദൂതൻ ഇറങ്ങിയപ്പോൾ മുറി പ്രകാശിച്ചു. വാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂതൻ വരുന്നത് വെറുതെയല്ല, സ്വർഗവും കൊണ്ടാണ് വരുന്നത്. വാ 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 വാ. ഓ ഹല്ലേലൂയ. ഓ, നിന്റെ വീട്ടിനകത്ത് ഇത് സംഭവിക്കണം. നിന്റെ വീട്ടിനകത്ത് ദൂതന്മാരിറങ്ങണം. ഓ ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുവാൻ വേണ്ടി, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് മാറ്റം സംഭവിക്കുവാൻ തക്കവണ്ണമായിട്ട് നിന്റെ വീടിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങട്ടെ. ഓ, നിന്റെ ജോലി സ്ഥലത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങട്ടെ. ഓ കമോൺ, ഹല്ലേലൂയ. എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്, ചിലരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. അതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിന്റെ ശബ്ദത്തിന് മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. നിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഓ, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത സാന്നിധ്യത്തെ, ഉയർന്ന അളവിൽ സാന്നിധ്യത്തെ വഹിക്കുവാൻ തക്കവണ്ണം അഭിഷേകത്തിന്റെ ഒരു പകർച്ച നിന്റെ മേൽ സംഭവിക്കട്ടെ. അവിടെ പ്രഥമമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു നിലപാടായിരിക്കണം, ഒരു തീരുമാനമായിരിക്കണം. ഇന്നു മുതൽ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. Walking in the awareness of His presence. Wow. Walking in the awareness of His presence. Hallelujah. ആ ഒരു തീരുമാനത്തിലേക്ക് നീ വരണം. വ്യക്തിപരമായി മാനിഫെസ്റ്റ് പ്രസൻസ്, പ്രകടമാകുന്ന സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പഠിക്കണം. ആ സാന്നിധ്യം നഷ്ടമാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോൾ വളരെ പ്രത്യേകമായിട്ട്
പരിശുദ്ധാത്മാവുമായിട്ട് ആശയവിനിമയം നടത്തണം. എന്തുകൊണ്ട്? പ്രകടമാകുന്ന സാന്നിധ്യം എനിക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ആശയവിനിമയം നടത്തും. അവിടെ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് മാനിഫെസ്റ്റ് പ്രസൻസിൽ തുടരാൻ കഴിയും. വാക്കിംഗ് ഇൻ ദി അവെയർനെസ് ഓഫ് ഹിസ് പ്രസൻസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അത് പരിശീലിക്കണം, ഓരോരുത്തരും പരിശീലിക്കണം. അപ്പോൾ സാന്നിധ്യത്തിൻ്റെ പുറത്തു പോകുന്നത് എനിക്കറിയാം. എപ്പോഴാണ് ഞാൻ പുറത്തു പോയാൽ എങ്ങനെ തിരിച്ച് കയറാൻ കഴിയും എന്നുള്ളതും എനിക്കറിയാം. ഞാൻ ഈ പറയുന്ന ഭാഷയൊക്കെ ചിലപ്പോൾ അതൊരു തിയോളജിക്കലി കറക്റ്റ് ആകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടാകും. ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ തുടങ്ങുന്ന ഒരാൾ ആ സാന്നിധ്യത്തിൽ തുടരുമ്പോൾ, ആമേൻ, ആ സാന്നിധ്യത്തിൽ തുടരുമ്പോൾ നമുക്കറിയാം, സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന ഒരു സമയം. ചിലർക്കൊക്കെ വ്യത്യസ്തമായ നിലകളാണ്. ഇപ്പോൾ ലുലു മാളിൽ പോയിട്ട് എൻ്റെ ഭാര്യ സാരി നോക്കുമ്പോൾ എനിക്കറിയാം നമ്മൾ ഔട്ടായിരിക്കുന്നു. ഞാനവിടെ പോയിട്ട് ലുലു മാളിൽ ഈ അങ്ങനെ സംഭവിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചില സന്ദർഭത്തിൽ നമുക്കറിയാൻ കഴിയും നമ്മൾ ഔട്ടായി. ചിലയിടങ്ങളിൽ കയറുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഔട്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഔട്ടായി എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് ശ്വസിക്കുവാൻ ശ്വാസം കിട്ടാതെ വരുന്നത് പോലെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും തിരിച്ചു കയറണം, സാന്നിധ്യത്തിൽ തിരിച്ചു കയറണം. വാ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുന്നുവല്ലോ. ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച്, ഭാര്യ അങ്ങനെ സാരി എടുക്കുന്ന ആളല്ല, എപ്പോഴും ചുരിദാർ ഇടുന്ന ആളാണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വേണ്ടി അങ്ങ് പറയും. ഞാൻ പോയി ഷർട്ട് എടുക്കുവാൻ വേണ്ടി ഔട്ടാകുന്ന സമയമുണ്ട്. ഷർട്ട് എടുക്കാൻ വേണ്ടി സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞാൽ സാന്നിധ്യത്തിൽ തന്നെ പോകുന്ന സമയമുണ്ട്. അതൊക്കെ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റാണ്. അവിടെ നമുക്ക് ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം അല്ലാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമുക്കൊരു താല്പര്യം ഉണ്ടായിട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഔട്ടാകുന്നത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ഉടനെ എന്ത് ചെയ്തേക്കണം? തിരിച്ചു കയറണം. വാ, ഔട്ടായി, അതൊന്നും കുഴപ്പമില്ലെന്ന്, ഇതൊക്കെ നമുക്ക് പിന്നെ നമ്മളെത്ര കണ്ടതാണ്, ഇതൊക്കെ പാസ്റ്റർമാരുടെ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ആ നിലവാരത്തിൽ അങ്ങ് പോകുകയാണ് എങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ശബ്ദം ആമേൻ മന്ദമാകും നിന്റെ ജീവിതത്തിൽ. അതനുവദിക്കാതെ നീ വാക്കിംഗ് ഇൻ ദി അവെയർനെസ് ഓഫ് ഹിസ് പ്രസൻസ്, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവിൽ ജീവിക്കുന്നവരായി നിങ്ങൾ തീരട്ടെ. ഹല്ലേലൂയ. ഇതൊരു പകർച്ചയായി നിങ്ങളുടെ മേൽ വന്നു വീഴട്ടെ. ഇതൊരു പകർച്ചയായി നിങ്ങളുടെ മേൽ വന്നു വീഴുകയാണെങ്കിൽ നീ നടന്നു പോകുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർ സാന്നിധ്യം അറിയുവാൻ തുടങ്ങും. വാ, അങ്ങനെയുള്ളവരെ കൊണ്ട് എറണാകുളം നിറയണം. അങ്ങനെയുള്ളവരെ കൊണ്ട് എറണാകുളം നിറയുകയാണെങ്കിൽ പട്ടണത്തിൻ്റെ നടുവിൽ വിടുതലുകൾ നടക്കാൻ തുടങ്ങും. നീ നടന്നു പോകുന്ന സന്ദർഭത്തിൽ പട്ടണത്തിൽ വിടുതലുകൾ നടക്കുവാൻ തുടങ്ങും. നീ കയറുന്ന വീടിൻ്റെ അകത്ത് വിടുതലുകൾ നടക്കുവാൻ തുടങ്ങും. ഭൂതങ്ങൾ സഭയിൽ മാത്രമല്ല വെളിപ്പെടുന്നത്. ആമേൻ. നീ നടന്നു പോകുമ്പോൾ ബസ്സുകളിലും ട്രെയിനുകളിലുമൊക്കെ വിടുതലുകൾ സംഭവിക്കുന്ന നിലവാരത്തിലേക്ക് നീ സാന്നിധ്യത്തെ വഹിക്കുന്ന വ്യക്തിയായി തീരുകയാണ്. യേശു, ഹല്ലേലൂയ. ആ പകർച്ച സ്വീകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. Jabara besamatana libatubana takal abartubana takalbana tubartana rakasabara katabala
Take it, take it, take it, take it. Bakusavele yabarabada. Marutavila rabatakala takala. Diga rabatikala rabatana takala. Abanu sugar saveda takala. Arashin tanadagal kada. Amshibana legaradane. Arasatane. Hallelujah. ആമേൻ, ഹല്ലേലൂയ. ചാൾസ് ഫിന്നി യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതാണ് സംഭവിച്ചത്. ചാൾസ് ഫിന്നി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലുള്ളവർ സാന്നിധ്യം അനുഭവിച്ചു. ആളുകൾക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ ചാൾസ് ഫിന്നി യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ട്രെയിൻ പോകുന്നതിൻ്റെ അടുത്തൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. ഫാക്ടറിയിൽ കൂട്ടക്കരച്ചിൽ നടന്നു. അടുത്ത സ്റ്റേഷനിൽ ചാൾസ് ഫിന്നി ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഉടമ അറിഞ്ഞ് അങ്ങനെ ആ ഫാക്ടറിയിൽ ചാൾസ് ഫിന്നിയെ വിളിച്ചൊരു റിവൈവൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി. അപ്പോൾ അതുപോലെ നമുക്ക് കഴിയത്തില്ലേ? ബ്രദർ സാം സാന്നിധ്യം വഹിച്ചുകൊണ്ട് MG റോഡിലൂടെ നടക്കുകയാണ്. നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരാളുടെ മേൽ ആത്മസാന്നിധ്യം ഇറങ്ങും. വാ വാ വാ. ആത്മസാന്നിധ്യത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രസൻസിനെ വഹിക്കുന്നവരാണ്. പ്രസൻസിനെ വഹിക്കുമ്പോൾ അതിൻ്റെ ചുറ്റളവുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന ഇത്രയും ചുറ്റളവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ചർച്ചിനകത്ത് ആത്മസാന്നിധ്യം ഇറങ്ങിയപ്പോൾ താഴെ റോഡിൽ നിന്ന് സ്റ്റെപ്പിലേക്ക് കയറുന്നവർ ആത്മവിശുദ്ധിയിൽ വീണു. അത്രയും ചുറ്റളവിൽ സാന്നിധ്യത്തെ വഹിക്കുകയാണ്. ആ പോർട്ടലായിത്തീരുകയാണ്. പഞ്ചാബിലേക്ക് പോകുവാൻ ഡൽഹിയിൽ നിന്ന് എയർക്രാഫ്റ്റിൽ കയറുമ്പോൾ എൻ്റെ അവസ്ഥ മാറി. അപ്പോൾ ആ റിവൈവലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേറ്റുകളിലേക്ക് എത്തിച്ചേരുകയാണ്. എൻ്റെ വൈഫ് ഷിബ ഒരിക്കൽ കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുവാൻ വേണ്ടി ബസ്സിൽ കയറി സീറ്റിലിരുന്നു. അടുത്തൊരു സഹോദരി വന്നിരുന്നു. ആ സഹോദരി വന്നിരുന്നിട്ട് ഇങ്ങനെ സ്ട്രെയിഞ്ചായിട്ട് നോക്കി. രണ്ടാമതും നോക്കി. മൂന്നാമത് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്നോട് ആരോ പറയുന്നു എൻ്റെ മനപ്രയാസങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ വേണ്ടി. ഋഷി പറഞ്ഞു, തീർച്ചയായിട്ടും പറയുക, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എനിക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അങ്ങനെ കോഴഞ്ചേരി മുതൽ തിരുവല്ല അടുക്കുന്നത് വരെ ഇവരുടെ പ്രോബ്ലംസ് ഷീബയോട് പങ്കുവച്ചു. ഇറങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് വേണ്ടി ആ ബസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട്? എൻ്റെ സുഹൃത്ത് പാസ്റ്റർ റൈസൻ ഒരിക്കൽ തലവടിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുവാൻ ട്രാൻസ്പോർട്ട് ബസ്സിലിരിക്കുകയാണ്. ബസ് ചക്കുളത്തുകാവിൽ വന്നു. ബസ് ചക്കുളത്തിൽ കാവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പലര് കയറി. അതിലൊരു സ്ത്രീ കയറി. റൈസൻ പാസ്റ്റർ ഒരു ടീഷർട്ട് ഇട്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ കയറിയിട്ട് റൈസൻ പാസ്റ്ററെ പാസ് ചെയ്യുമ്പോൾ ആടിച്ചു താഴെ പോയി ഭൂതമിളകി. റൈസൻ പാസ്റ്റർക്ക് അറിയാൻ സംഭവം കാര്യം ഇതാണെന്നുള്ള അറിയാൻ പാസ്റ്റർ അതിനകത്ത് ഇടപെട്ടേ ഇല്ല. അവിടെ വെറുതെ ഇരുന്നു. ഒടുവിൽ ബസ്സുകാരും കണ്ടക്ടറും എല്ലാം കൂടെ ഓടി വന്നിട്ട് ഈ സ്ത്രീയെ പിടിച്ച് ഒരു കിടന്ന് അലർച്ചയും ബഹളമൊക്കെയാണ്. പിടിച്ചതോ സീറ്റിലിരുത്തി. എന്നിട്ട് ഈ കണ്ടക്ടർ മുന്നിൽ പോയിട്ട് 2 സീറ്റിലും ഇരിക്കുന്നവരെ നോക്കി വന്നു. കൃത്യം റൈസൻ പാസ്റ്ററുടെ വന്നപ്പോൾ ചോദിച്ചു, സാർ ഒരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചു. അതെ, ഞാനൊരു പാസ്റ്റർ. ഈ കണ്ടക്ടർ പറയാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു കയറുമ്പോഴേ ഈ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു. ഇന്ന് പകൽ നിന്റെ റേഞ്ച് മാറി നീ ഇവിടെ ഒന്ന് പോകണം. വാ, ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.
Thank you, Jesus. Thank you. Hallelujah. 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 സൂപ്പർ നാച്ചുറലിൽ ഇനിയും അടുത്ത ഒരു മേഖല നിങ്ങൾ കാണുന്നത്, അതിനകത്ത് കയറിയപ്പോൾ സൂപ്പർ നാച്ചുറൽ എത്തിയപ്പോൾ അവിടെ വ്യാപരിക്കുന്ന സാന്നിധ്യത്തെക്കുറിച്ച്, സൂപ്പർ നാച്ചുറൽ പ്രസൻസിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാൻ തുടങ്ങുന്നപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നത്, അവിടെ വ്യാപരിക്കുന്ന ശക്തിക്ക് വ്യത്യാസമുണ്ട്. അവിടെ വ്യാപരിക്കുന്ന ശക്തി സൂപ്പർ നാച്ചുറൽ പവർ. അപ്പോൾ ഇനി ഹ്യൂമൻ സ്ട്രെങ്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ട്, നല്ല കാര്യം. അതിനോടുകൂടെ തന്നെ നിങ്ങളിൽ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് വ്യാപരിക്കാൻ പോകുകയാണ്. സൂപ്പർ നാച്ചുറൽ പവർ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, നിങ്ങളുടെ മേൽ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇവരെല്ലാം മീൻപിടുത്തക്കാരാ, നല്ല ശക്തിയുള്ളവരാണ്. ഈ കർത്താവിൻ്റെ ഈ പ്രസ്താവനകൾ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും നമുക്ക്. ഭയങ്കര ശക്തിയുള്ളവരാണ്. രാത്രി മുഴുവൻ വല വീശാൻ വള്ളം തൊഴുക എന്ന് പറഞ്ഞതിന് ചെറിയ കാര്യമല്ല. അത്ര ശക്തിയുള്ളവരാണ്. അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ മേലൊരു പുതിയ ശക്തി വരാൻ പോകുകയാണ്. നീ വള്ളം തുഴഞ്ഞപ്പോൾ ഉപയോഗിച്ച ശക്തിയിലൊരു ന്യൂ പവർ, സൂപ്പർ നാച്ചുറൽ പവർ. ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിന്റെ മേൽ വരുവാൻ പോകുന്നു. പവറിന് വ്യത്യസ്തമാകുന്ന പദങ്ങൾ യവനായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തി 1:8 ഉപയോഗിച്ചിരിക്കുന്ന ഡ്യൂനാമീസ് എന്ന വാക്കാണ്. അവിടെ ഡ്യൂനാമീസ് എന്ന വാക്ക് പവറിന് ഉപയോഗിച്ചിരിക്കുന്നു. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ മിറക്കിളിനും അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കറിയാം, ഇത് സാധാരണ പവറല്ല വരുന്നത്, ഇത് മിറക്കുലസ് പവറാണ് വരുന്നത്. അത്ഭുതം ചെയ്യാനുള്ള ശക്തിയാണ് ഈ വരുന്നത്. ഓ ഹോ 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 ഹോ. Come on, hallelujah. ആരുടെ മേലൊക്കെയോ അത് വന്നു വീഴുകയാണ്. അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി. നിന്റെ മേൽ അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, നിന്റെ മേൽ അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി വരുമ്പോൾ നീ യെരൂശലേമിൽ നിന്ന് യഹൂദിയിലേക്കും, യഹൂദിയിൽ നിന്ന് ശമരിയയിലേക്കും, ശമരിയിൽ നിന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം നിന്നെ എത്തിക്കുന്ന അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, ശക്തി, അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി, പവർ, അത്ഭുതം ചെയ്യുവാനുള്ള ശക്തി. ഹല്ലേലൂയ. ഡ്യൂനാമിസ് എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ ഇനി എഫ് ലേഖനം 1:19 പോവുകയാണ്. അവിടെയും ശക്തി എന്ന വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വേറൊരു വ്യത്യസ്തമാകുന്ന വാക്കാണ് യവനായ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ക്രാറ്റോസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫ് ലേഖനം 1:19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അവിടെ ക്രാറ്റോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ക്രാറ്റോസ് എന്ന് പറയുമ്പോൾ അതിന് ഡൊമീനിയനെ കാണിക്കുന്നു. ഭരണവുമായി ബന്ധപ്പെട്ട ശക്തിയാണ് ക്രാറ്റോസ് എന്ന് പറയുന്നത്. നിന്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാക്കുകയാണ്. നീ ഭരിക്കുന്നവനായി തീരാൻ പോകുകയാണ്. നീ വാഴുന്നവനായി തീരുവാൻ പോകുന്നു. ഓ, റൂളിംഗ് പവർ. വാ, ചിലരുടെ മേൽ റൂളിംഗ് പവർ വ്യാപരിക്കുകയാണ്. വാ വാ വാ, ഭരിക്കുവാനുള്ള ശക്തി നിന്റെ മേൽ കർത്താവ് പകരുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അവിടെ തന്നെ അവൻ്റെ ബലത്തിൻ വല്ലഭ, ആ ബലം എന്ന വാക്കിന് യവനായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇസ്കിസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ ബലത്തിൻ, വല്ലഭത്വത്തിൻ്റെ ബലത്തിൻ ഇസ്കിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇസ്കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോഴ്സാണ്. ഈ കിണറ്റിലൊക്കെ കിടക്കുന്ന വെള്ളത്തെ പമ്പ് ചെയ്ത്
ടാങ്കിൽ എത്തിക്കുന്ന മോട്ടോഴ്സിന്, ആ മോട്ടറിന് ഉപയോഗിക്കുന്ന ഹോഴ്സ് പവർ ഉണ്ടല്ലോ, അതുപോലെ പലതിനെയും കുഴിയിൽ കിടക്കുന്നതിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന ഈസ് പവർ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. വാ 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 വാ. Take it, പ്രാപിച്ചോ. വാ ഹാ ചാ പാരാ. റബാ സാ താരാ. ദംശ പേലാ താരാ. ആൻ ബറുബൈദനാ. മൻ സുപൈനേലാ കാതനാ. ഓ ഹോ ഹോ ഹോ. ബാഗാ ശബറ ബേലാ താരാ. ബനത പേരാ ദല ദല. അമസെ ബേലാ ദല. അകല്ലറിദിന ബേലാ ദല. എസ്കേസ് പവർ. രക്ഷപ്പെടാൻ ഒരു വകുപ്പുമില്ലാത്തതിനെ നീ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് അവൻ്റെ ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന പവർ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. Come on, take it. ആ സഹോദരിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. പ്രാപിച്ചോ. ഓ പ്രാപിച്ചോ. ഓ ശബല റലതരബന. ഓ ആ മകളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. പ്രാപിച്ചോ. റവ സബ്തബന റബ വസതബന. ആ ഹാ 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 ഹാ. ഓ ഹോ ഹോ ഹോ. Take it. പെട്ടുപോയ ചിലതിനെ പൊക്കിയെടുക്കുവാൻ ദൈവം നിന്റെ മേൽ ശക്തിയെ പകരുകയാണ്. ഓ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ശക്തി, ഈ കയ്യടിയിൽ അവസാനിക്കുന്നതല്ല ഈ ശക്തി, ഈ ശബ്ദത്തിൽ അവസാനിക്കുന്നതല്ല ഈ ശക്തി. ഇത് നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഇത് നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോകുകയാണ്. ചിലതിനെ ലിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഈ ശക്തി നിന്റെ മേൽ നിന്ന് പുറപ്പെടുവാൻ പോകുന്നു. അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടട്ടെ. ശക്തിയുടെ അളവ് വലിപ്പം. അതിനെക്കുറിച്ച് നിനക്കൊരു വെളിപ്പാട് ലഭിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭയങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ കഴിയും. കാരണം നിനക്കറിയാം എൻ്റെ മേൽ ആ ശക്തിയുണ്ട്. ഇപ്പോൾ വന്ന വെല്ലുവിളിയെ കീഴ്പ്പെടുത്തുവാൻ എനിക്ക് കഴിയും. എൻ്റെ മേൽ ആ ശക്തി ഉണ്ട് എന്നുള്ള വെളിപ്പാടിലേക്ക് നീ വരികയാണ്. കാരണം അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇന്നത് വെളിപ്പെട്ട് കിട്ടട്ടെ. ഈ പകലത് വെളിപ്പെട്ട് കിട്ടട്ടെ. ഇനി ഹീബ്രൂസ് ചാപ്റ്റർ 4:12 അവിടെ പവർ എന്ന വാക്കിന് യവനായ ഭാഷയിൽ എനർജിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും ഇവിടെ ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നുണ്ട്. ഫോർ ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ലിവിങ് ആൻഡ് പവർഫുൾ. അതിന് എനർജിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനർജിസ് എന്ന വാക്ക് വരുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ, ടാലൻറ്റുകളെ ഇഫക്റ്റീവ് ആക്കുവാൻ വേണ്ടിയുള്ള പ്രാപ്തിക്കാണ് ആ എനർജിസ് എന്ന വാക്ക് പറയുന്നത്. അപ്പോൾ ദൈവശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിന്റെ അകത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുഴുവൻ പുറത്തു വരാൻ പോകുകയാണ്.
നിങ്ങളുടെയൊക്കെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മറിഞ്ഞു കിടക്കുന്ന കാര്യം ഇപ്പം പാസ്റ്ററുടെ ഹൃദയത്തിൽ തന്നെ പല കാര്യങ്ങളും 25 വർഷങ്ങൾക്ക് മുന്നേ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഓരോ സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്തു വന്നു. ഇനിയുണ്ട്, ഇനി ഒത്തിരി ഉണ്ട്. ഇനിയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഇനിയാണ്. ആൻഡ്രൂ ഓമാക്ക് എന്ന് പറയുന്നൊരു ദേവദാസനുണ്ട്. അദ്ദേഹം 32 വർഷം ശുശ്രൂഷയിലായിരുന്നു. മരിച്ചവർ വരെ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. 2000 ആണ്ടിൽ അദ്ദേഹത്തിൻ്റെ മീഡിയ മിനിസ്ട്രി TV-യിൽ തൻ്റെ പ്രീച്ചിങ്സ് പോകാൻ തുടങ്ങുന്ന ആ പ്രഭാതത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം. കർത്താവ് പറയുകയാണ്, ഇന്നു മുതൽ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അപ്പം ദേവദാസ് വിചാരിച്ചത് എന്താ ഈ പറയുന്നത്? കർത്താവ്, ഞാൻ ഓൾറെഡി 32 വർഷമായിട്ട് ശുശ്രൂഷയിലാണ്. ഒത്തിരി സഭയെ ശുശ്രൂഷിച്ചു. മരിച്ചവരെ ഒരു ഉയർത്തി, തൻ്റെ മകൻ മരണത്തിൽ നിന്ന് മരിച്ചുപോയ മകൻ ഉയർത്തെഴുന്നേൽക്കുകയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതെല്ലാം ഒരു പ്രിപ്പറേഷനായിരുന്നു. ഇനിയാണ് നിന്റെ മിനിസ്ട്രിയെ ഞാൻ ഗ്ലോബലൈസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 വർഷം മുമ്പാണ് ഇത് കേട്ടത്. പാസ്റ്ററുടെ ശുശ്രൂഷ അതിനുശേഷം 2000 കഴിഞ്ഞ് TV-യിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാണ്. അത് ഗ്ലോബലൈസ്ഡായി. അതിനുശേഷം കാരീസ് ബൈബിൾ കോളേജാണ്. കാരീസ് ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് യൂസ്ലി ബൈബിൾ സ്കൂളിൽ ഏറ്റവും വലിയൊരു ബൈബിൾ സ്കൂളാണ്. ഹ്യൂജായിട്ട് ഉള്ളൊരു എക്സ്പാൻഷൻ സംഭവിച്ചു. ഞാനിത് 2 വർഷം മുമ്പാണ് കേൾക്കുന്നത്. ഞാൻ 2 വർഷം മുമ്പ് ഇത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓർത്തിട്ടില്ലേ. ഞാനൊരു പുസ്തകം വായിക്കണം. ഞാൻ വിചാരിക്കട്ടെ, ഇത് 10 വർഷം മുമ്പ് വായിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പറയും, ഇപ്പോഴാണ് നീ ഇത് വായിക്കേണ്ടത്. നീ 10 വർഷം മുമ്പ് വായിച്ചിരുന്നെങ്കിൽ ഇത് ഏറ്റെടുക്കാനുള്ള പ്രാപ്തി നിനക്കില്ല എന്ന് പറയുന്ന പോലെ ഞാനിത് ഈ 2 വർഷം മുമ്പ് ആൻഡ്രൂ ഓമാക്ക് പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്, എന്താണ് എന്നോടാണ് കർത്താവ് സംസാരിക്കുന്നത്. പിന്നെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി, ഇതുവരെ നടന്നത് പ്രിപ്പറേഷനായിരുന്നു. ഇനിയാണ് മിനിസ്ട്രി ആരംഭിക്കാൻ പോകുന്നത്. പാസ്റ്റർക്ക് വന്നൊരു ദൂതാണ്. ആമേൻ. ഇനി ആ മിനിസ്ട്രി ആരംഭിക്കാൻ പോകുന്നത്. അകത്ത് കിടക്കുന്നത് പലതും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കർത്താവ് അതിനെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക ശക്തിയുടെ പകർച്ചയെ ഈ പകൽ പകരുന്നു. ഈ ചർച്ചിന്റെ മേൽ പകരുന്നു. ഇവിടെ ഇരിക്കുന്ന ചില അഭിഷക്തന്മാരുടെ മേൽ പകരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നത് അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലാണ്. ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് പറഞ്ഞു. Take it. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളും സ്വീകരിച്ചോ. ഈ ശക്തി വെളിപ്പെടേണ്ടത് നിങ്ങളുടെ ശരീരത്തിലാണ്. ശക്തി എപ്പോഴും വെളിപ്പെടുന്നത് ശരീരത്തിലൂടെ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയും. ശരീരത്തിലൂടെയാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്. ഈ ബോഡി നമ്മൾ ഈ ഭൂമിയും ശരീരമുള്ളവർക്ക് മാത്രം കൊടുത്തിരിക്കുന്നത്. ആത്മാക്കൾക്ക് ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, ഇൻക്ലൂഡിങ് പരിശുദ്ധാത്മാവിനും ഈ ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെപ്പോലെ ശരീരമുള്ള ഒരാളിനെ ആവശ്യമാണ്. ശരീരവാസികൾക്ക് മാത്രം കൊടുത്തിരിക്കുകയാണ് ഈ ഭൂമി.
നിങ്ങൾ ശരീരം വിടുകയാണെങ്കിൽ ഇപ്പോൾ പോയിവിടുന്നു, പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. പിശാചുക്കളും ഈ ഭൂമിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ശരീരമുള്ള മനുഷ്യരെ അവരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇത് ശരീരമുള്ള മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. ശരീരമുള്ള മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതിനാൽ നിൻ്റെ ശരീരത്തിൽ ശക്തിയുണ്ട്, നാച്ചുറൽ പവറുണ്ട്. എന്നാൽ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിൻ്റെ ശരീരത്തിൽ സൂപ്പർ നാച്ചുറൽ പവർ വ്യാപരിക്കും. വാ 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 വാ. ഓ, അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തി വന്നിട്ടില്ലെങ്കിൽ അതുകൂടെ പ്രാർത്ഥിക്കണം. ഇവിടെ ഒന്ന് രണ്ട് പേരൊക്കെ അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടു. അവർ നേരത്തെ പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. ഈ അങ്കിൾ ഇന്നലെയും നേരത്തെ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെയും വന്ന് അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. ഇവിടെ ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ അഭിഷേകം പ്രാപിക്കാൻ വരുന്നവർ അവർ ഇങ്ങനെ പറയരുത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ ശബ്ദം ഉയർത്തി സംസാരിക്കത്തില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഹല്ലേലൂയ 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 ഇത് പറയുമ്പോൾ തന്നെ അകത്തുനിന്ന് ഇവിടെ വന്ന് ഈ വന്നിരിക്കുന്ന അങ്ങനെയല്ല ദൈവസഭയിൽ പറയേണ്ടത്. പിന്നെ കൈയടിക്കുന്ന ഞാൻ നോക്കിയ ആൾ അങ്ങനെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇങ്ങനെ ശബ്ദം ഉയർത്തി പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കും. അങ്ങനെ അഭിഷേകം പ്രാപിച്ചിട്ട് എന്ത് കാര്യം സാധിക്കാനാ? ശബ്ദം ഉയർത്താൻ വേണ്ടിയല്ലേ ഈ അഭിഷേകം? Gelber falletini abagasa bereka tu falla rebati balaga rabadana bilo. Tarivago vasibetera vilaga rabadana dikal. Ha dura vilaga bara dikal barada garthana. Iba rabata bara dibalaga rabadana vilaga dikal. Tora velsabatini vilaga rabadana dikal. Tani varbatini vilaga barovadana dikal. Dora beke sabe katura namana manatura balaga dana. Jo vilata baraga la vedana dela. Retu falagara badara badala barada galagara. Shabara badali alabadara balagara. Maru tavaragar balia tovara dola barada. Uru vadigal bara balagara da galagara. Matsu jabal bara badara bedana. Go shabrina tena bill katara belagara badana. Tabas sabenteri belagara bedala barada lagara. ഓമേ സമൃദ്ധിനി ലീമന്ഥനി ലീം. അഭിഷേകം നീ പ്രാപിക്കുന്നത് തന്നെ നിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. കാരണം ശബ്ദം ഉപയോഗിച്ചാണ്. ഇന്ന് ഞാൻ അഭിഷേകമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? മിണ്ടാതിരുന്ന നിങ്ങൾക്ക് വല്ല പറയാനുണ്ടോ? ഞാൻ നിങ്ങളുടെ മേൽ മുഴുവനും ആത്മസാന്നിധ്യവും ശക്തിയും റിലീസ് ചെയ്യുന്നത് എൻ്റെ ശബ്ദത്തിലൂടെയാണ്. ഒരു ഭൂതം ഇവിടെ ഇളകുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ തരാം, പോകാമോ എന്ന് പറയാം. നമുക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് സാറിനോട് പറയാം, സാറേ ഒരു 500 രൂപ തന്നേക്കാം, ഒന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞേ. പുള്ളി കൈക്കൂലി മേടിച്ച് ഒപ്പിടും. ഇത് കൈക്കൂലി മേടിച്ച് കൊടുത്താൽ നടക്കുന്ന കാര്യമല്ല. അവിടെ അന്നേരം വാ തുറന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇറങ്ങിപ്പോ. അതിനു വേണ്ടിയാണ് നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നത്. അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാനുള്ളവരെല്ലാം ശബ്ദം ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറ. വയലന്റ് ആകണം. അഭിഷക്തൻ പറഞ്ഞതുപോലെ ദൈവരാജ്യം ബലാൽക്കാരികൾ പിടിച്ചെടുക്കുന്നു, ബലാൽക്കാരേണ പിടിച്ചെടുക്കുന്നു. വയലന്റ് ആകണം. നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. നിന്റെ ശരീരത്തിലാണ് ദൈവശക്തി വ്യാപരിക്കേണ്ടത്. നിന്റെ ശരീരത്തെയാണ് ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ ഈ ഭൂമി ശരീരവാസികൾക്ക് കൊടുത്തിരിക്കുന്നതിനാൽ ശരീരം കൂടാതെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. ശരീരത്തിൽ സൂപ്പർ നാച്ചുറൽ ശക്തി വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. ശരീരത്തിൽ സൂപ്പർ നാച്ചുറൽ ശക്തി വ്യാപരിച്ചത് കൊണ്ടാണ് തടവറയിൽ വെച്ച് അടികിട്ടിയ പൗലോസ് ഫിലിപ്പിയിൽ അടികിട്ടി, ജയിലിൽ കയറിയ പൗലോസ് അന്ന് രാത്രിയിൽ വെള്ളത്തിലിറങ്ങി ആ ജയിലറേയും കുടുംബത്തെയും സ്നാനപ്പെടുത്തി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ മുറിവ് എന്ത് ചെയ്യും?
നിങ്ങൾ മുറിവ് വന്ന ആൾ വെള്ളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കും? നിൽക്കാൻ ഒക്കത്തില്ല. ഈ ചെറിയ മുറിവാണോ ഉണ്ടായിരിക്കുന്നത്? അടി എന്ന് പറഞ്ഞാൽ കട്ടയടിയാണ് അടിച്ചത്. ഈ മുറിവിന് എന്ത് സംഭവിച്ചു? ദിസ് ഈസ് സൂപ്പർ നാച്ചുറൽ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഫിലിപ്പിയിൽ നിന്ന് ഇവർ പിടിപ്പിക്കുക. എവിടേക്ക്? തെസലോനിക്ക് പിടിപ്പിക്കുകയാണ്. 65 കിലോമീറ്റർ ഉണ്ട് നടക്കുക. ഈ മുറിവുള്ള തണുപ്പാ, യൂറോപ്പാ, 3 സ്വെറ്ററെങ്കിലും ഇട്ടെങ്കിലേ അവിടെ നടക്കാനൊക്കത്തുള്ളൂ. കമ്പിളി വസ്ത്രം, മുറിവ് വന്ന ആളിന് എങ്ങനെ കമ്പിളി വസ്ത്രം ധരിക്കാൻ നോക്കൂ? നിങ്ങളുടെ പുറം മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബനിയൻ ഇടാൻ നോക്കൂ? ഒക്കത്തില്ല. അന്ന് ഹോസ്പിറ്റലുണ്ടോ? ഈ മുറിവ് കഴുകി, അന്ന് രാത്രി ആ ജയിലർ കൊണ്ടുപോയി മുറിവ് കഴുകി വെച്ചിട്ട് ഇന്നത്തെ പോലെ ബെറ്റാഡിനോ എന്തെങ്കിലും ഉണ്ടോ വെക്കാൻ? ഒന്നുമില്ല, ഒരു സംവിധാനവും ഇല്ല. ഇത് വെച്ചുകൊണ്ട് പിറ്റേ ദിവസം തണുപ്പത്ത് 65 കിലോമീറ്റർ നടക്കുകയാണ്. അതാണ് ശരീരത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ദൈവശക്തിൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നതിനുണ്ട്. അതിന് പകരം നമ്മൾ ഇന്നെന്താ വരാൻ, മീറ്റിങ്ങിന് എന്താ വരാൻ? പാസ്റ്റർ തലവേദനയായിരുന്നു. പൗലോസ് അടി കിട്ടിയിട്ട് 65 കിലോമീറ്റർ നടക്കുക. ഇവിടെ തലവേദന വന്നുകൊണ്ട് മീറ്റിങ്ങിന്. ചില പാസ്റ്റേഴ്സ് ചിലപ്പോൾ മീറ്റിങ്സ് ക്യാൻസൽ ചെയ്യാറുണ്ട്. അവർക്ക് നിങ്ങൾ ശരീരത്തിൽ വയറ്റ് വേദനയാണെന്ന് പറഞ്ഞ് ഇന്ന് മീറ്റിങ്ങിന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചാൽ അടുത്ത മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങുമ്പോൾ വയറ്റ് വേദന ഉണ്ടായിരിക്കും. ഉറപ്പാ. ആടിച്ചതിനെ പൊളിക്കണം. തലവേദന നീ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. ഈ സംഭവത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കും. നിന്റെ നാച്ചുറൽ സ്ട്രെങ്തിന്റെ മേൽ സൂപ്പർ നാച്ചുറൽ പവർ. എവിടെയായിരിക്കുന്നു നിങ്ങളുടെ മേലെല്ലാം അത് സംഭവിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ശരീരവും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേൽ എന്ന് വെച്ചാൽ ശരീരം, പച്ച ശരീരത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ അകത്തിരിക്കുകയാണ്. നിന്റെ അകത്തിരിക്കുമ്പോഴും കർത്താവ് എന്ന് പറയുന്നത് നിന്റെ ജഡത്തിൻ്റെ മേൽ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. അപ്പോൾ അകത്തിരിക്കും. എൻ്റെ ഭാഗത്ത് പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ എന്തിനാ എൻ്റെ മേൽ പരിശുദ്ധാത്മ? അതുകൊണ്ട് നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് നടക്കുകയും ചെയ്യും. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെ നടക്കുകയാണോ? മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി കർത്താവ് കാണുകയാണെങ്കിൽ നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ്. നിന്റെ മേൽ, നിന്റെ ശരീരത്തിൻ്റെ മേൽ ശക്തി വ്യാപരിക്കും. കാരണം നിന്റെ ഉണർവുകളിൽ കർത്താവ് നിർത്താൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ വ്യാപ്തി വിശാലമാകാൻ പോകുകയാണ്. ഇനി ചിലപ്പോൾ നീ നിൽക്കുമ്പോൾ 6-7 മണിക്കൂർ ഒരേ നിലയിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ഒരു 2 മണിക്കൂർ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യമായി വരും. അതിനുശേഷം ഒരു 1 മണിക്കൂർ യാത്ര ചെയ്തൊരു വീട്ടിൽ പോയി മരിച്ചൊരാളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതായിട്ട് വരും. രാത്രിയിൽ ചിലപ്പോൾ നിനക്ക് 2 മണിക്കൂറേ ഉറങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പോഴും നിന്റെ ശരീരം നിന്നോട് സഹകരിക്കുവാൻ തക്കവണ്ണം നിന്റെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്ന അപാരമാകുന്ന ദൈവശക്തി. അത് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കുക. അത് വെളിപ്പെട്ട് സ്വീകരിക്കട്ടെ.
നിങ്ങളുടെ മേലത് വെളിപ്പെടട്ടെ. ആ നിലയിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ, ഉത്തരവാദിത്തങ്ങൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ സാധാരണ മനുഷ്യരിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അസാധാരണ ആക്കിയിരിക്കണം. എത്ര പേർക്ക് ഇത് ആവശ്യമുള്ളവർക്ക് മതി ഇത് കേട്ടോ, എല്ലാവർക്കും ഇത് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ മഴ നനഞ്ഞാൽ നിങ്ങൾക്ക് പനി പിടിക്കത്തില്ല, മറ്റൊരാൾ അതേ സമയത്ത് പനി പിടിക്കും. നാട്ടിലെല്ലാം ഫ്ലൂ ഉണ്ടാകുമ്പോൾ നിനക്ക് ഫ്ലൂ ഉണ്ടാകത്തില്ല. ആ ഒരു സംഭവത്തിലേക്ക് കയറണമെന്നെങ്കിൽ കയറിക്കണം, ബൈ ഫെയ്ത്ത് കയറിക്കണം. അത് ചിലപ്പോൾ വെല്ലുവിളികളൊക്കെ ഉണ്ടാകും. വെല്ലുവിളികളുണ്ടാകുമ്പോൾ നമ്മൾ എതിർത്തു നിൽക്കണം. അവിടെ ഭയപ്പെട്ട് അതിന് വിധേയപ്പെടുത്തി കൊടുക്കരുത്, എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേണൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട്, അത് മെഡിക്കലി കറക്റ്റാണ്. നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഒരേ സമയത്ത് കിടന്നുറങ്ങുന്നതാണ് നല്ലത്. 10 മണിക്കാണ് 11 മണിക്കാണ് ആ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഉറങ്ങാൻ തന്നെ ഒരു എൻസൈം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് കിടന്നുറങ്ങണം. പക്ഷേ നിനക്ക് വേറൊരു റിലമുണ്ട്, എപ്പോൾ കിടന്നാലും 30 സെക്കൻഡിനുള്ളിൽ നീ ഉറങ്ങിയിരിക്കും. ഇനി അതിൻ്റെ മറുവശമുണ്ട്, എപ്പോൾ എഴുന്നേൽക്കണമോ അലാം വേണ്ട, നിന്റെ സ്പിരിറ്റ് അലാമാണ്. 4 മണി തീരുമാനിക്കും, മനസ്സിൽ തീരുമാനിക്കും, സ്പിരിറ്റിൽ അതിന് 4 o'clock എഴുന്നേൽക്കണം എന്ന് കഴിഞ്ഞാൽ 3:58 റെഡി. ഒരു സംവിധാനമാണ്. കറിക്കോളം. Take that. Shabria Valkara Vedala Daradin. Aba Sabatare Legature. Ma Rabba Sabatana Riatana. Take that anointing. അതിനു വേണ്ടി നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ ഒരു മാനിഫെസ്റ്റ് പ്രകടനമാണ് നമ്മുടെ മേൽ ഇവിടെ ദൈവശക്തി വ്യാപരിക്കുന്നത്. അപ്പം എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് ഇവിടെ ഒന്ന് അനുഭവിച്ചിട്ട് മടങ്ങിപ്പോകാനുള്ള അതിൻ്റെ റിസൾട്ടുകൾ ഈ നിലയിൽ വെളിപ്പെടണം. അത് സംഭവിക്കാൻ പോകുകയാണ്. ഇത് സ്വീകരിക്കുന്നവരുടെ മേൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ദൈവശക്തി വരട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ദർശനം കാണുന്ന കണ്ണുകളായി തീരട്ടെ. നിങ്ങളുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന കണ്ണുകളായി തീരട്ടെ. നിങ്ങളുടെ കണ്ണുകൾ നോക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകട്ടെ. പൗലോസ് ബെറയോസിനോട് പറഞ്ഞതുപോലെ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി പോകി. പൗലോസിൻ്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെട്ടതുപോലെ നിന്റെ കണ്ണുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു. ഓ യെസ്, ഹല്ലേലൂയ. വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കൈകൾ വേണേ കണ്ണിൻ്റെ മേലൊന്ന് വെച്ചോ. ഞാൻ ഒരു നിമിഷം പറയുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചോണം. 1, 2, 3 സ്വീകരിച്ചോ. ടേക്ക് ഇറ്റ്. നിന്റെ കണ്ണുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സമയത്ത് തന്നെ നിന്റെ കണ്ണുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് സൗഖ്യമാക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. നിന്റെ കാതുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവനെ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവിൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തുന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. നിങ്ങളുടെ എല്ലാം കാതുകൾ ദൈവശബ്ദം കേൾക്കുന്ന കാതുകളായി തീരട്ടെ. വാ. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ 2 കരങ്ങളും കാതുകളുടെ മേൽ വയ്ക്കുക. നിങ്ങളുടെ കാതുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു. വിശ്വസിച്ച് സ്വീകരിച്ചോ. 1, 2, 3 സ്വീകരിച്ചോ. Take. Jabalito Filantakele Rekoto Falaretani. Shakti Berekasaka Janariantakala Retakala Karabasata. അർജുനി കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ളവരുടെ കാതുകൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ ശബ്ദത്തെ പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാണ്. നിങ്ങളുടെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലായി തീരട്ടെ. ഇവിടെ നിങ്ങൾ സംസാരിച്ചാൽ ഈ ഭൂലോകത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ
നിങ്ങളുടെ ശബ്ദം സഞ്ചരിക്കട്ടെ, സഞ്ചരിക്കട്ടെ. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ മേൽ ഒരു അഭിഷേകം വരുന്നു, ശബ്ദത്തിൻ്റെ മേൽ ശക്തി വരുന്നു, ശബ്ദത്തിൻ്റെ മേൽ ശക്തി വരുന്നു. നീ എത്ര ശബ്ദമെടുത്താലും കേടുവരാത്ത ശബ്ദമാക്കി നിന്റെ ശബ്ദത്തെ കർത്താവ് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. നാച്ചുറലിൽ ശബ്ദം ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്റെ ശബ്ദത്തെ സൂപ്പർ നാച്ചുറൽ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി നിന്റെ ശബ്ദത്തെ ഉപയോഗിക്കുവാൻ പോകുന്നു. ദൈവവചനം പ്രഘോഷിക്കുവാൻ വേണ്ടി നിന്റെ ശബ്ദത്തെ ഉപയോഗിക്കാൻ പോകുന്നു. ഭൂതങ്ങളെ പുറത്താക്കുവാൻ വേണ്ടി നിന്റെ ശബ്ദത്തെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നു. രോഗികളെ സൗഖ്യമാക്കുവാൻ വേണ്ടി നിന്റെ ശബ്ദത്തെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നിന്റെ ശബ്ദത്തെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നു. വിശ്വസിച്ച് സ്വീകരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ഒരു സ്പർശനമുണ്ടാകും. സ്വീകരിച്ചോ? 1, 2, 3 വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കാം. നിന്റെ കൈകളെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നു. ആ കരങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അനേകരെ ബലപ്പെടുത്തുന്ന കരങ്ങളായി തീരട്ടെ. അനേകരെ സൗഖ്യമാക്കുന്ന കരങ്ങളായി തീരട്ടെ. അനേകരെ സ്നാനപ്പെടുത്തുന്ന കരങ്ങളായി തീരട്ടെ. അനേകരെ കൈപിടിച്ചുയർത്തുന്ന കരങ്ങളായി തീരട്ടെ. അനേകർക്ക് കൊടുക്കുന്ന കരങ്ങളായി തീരട്ടെ. വാ വാ വാ. ആ കൈകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുവാൻ പോകുന്നു. ഇവിടെ കരങ്ങൾ ഉയർത്തിരിക്കുന്ന എല്ലാവരുടെയും കൈകളുടെ മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു. 1, 2, 3 സ്വീകരിച്ചോ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില വലത് കരങ്ങളിൽ ഇപ്പോൾ ദൈവശക്തി പ്രകടമായി വ്യാപരിക്കട്ടെ. ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. ചില വലത് കരങ്ങളിൽ ഇപ്പോൾ പ്രകടമായ ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ വയറ്റിൻ്റെ മേൽ കൈവച്ചുകൊള്ളുക. ജീവജലത്തിൻ്റെ നദികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്ന് പറയുന്നത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നദികൾ നിങ്ങളുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് ഒഴുകട്ടെ. വയറെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ ഓഫ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ സെൻറ്റർ ഓഫ് യുവർ പേഴ്സണാലിറ്റിയിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകട്ടെ. വിശ്വസിച്ച് സ്വീകരിച്ചോ? ഇപ്പോൾ പറയുമ്പോൾ ശബ്ദമുയർത്തി സ്വീകരിക്കണം. 1, 2, 3 സ്വീകരിച്ചോ. ആഹാ സബ്രിയ സഖതബലാറ അൽബറ തഗൽബറ ഹതനദുല്ല കറബതദെ ബറുതു വിസമറതല വിനഖതുര ബഹസയതനദികൽകന ലാ ബിജന തികൽകനദികൽകനെ. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. നിങ്ങളുടെ കാലുകളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. ഈ കാലിൻ്റെ കീഴിലെ പിശാച്, അവനെ പിടിച്ച് തലയെ വയ്ക്കരുത്. അവൻ നിന്റെ കാലിൻ്റെ കീഴിലാണ്, ദൈവസഭയുടെ കാലിൻ്റെ കീഴിലാണ്. നിന്റെ കാലുകൾ ദൈവസഭയുടെ കാലുകളാകുന്നു. ആമേൻ. നീ സഭയുടെ ഭാഗമാകുന്നുവെങ്കിൽ നിന്റെ കാലുകൾക്ക് കീഴിലാകുന്നു. പിശാച് എന്നുള്ള വെളിപ്പാടിൽ നിൽക്കുകയാണ് എങ്കിൽ നിനക്ക് ആമേൻ ഈ കാലുകൾ ഉപയോഗിച്ച് പിശാചിനെ ചവിട്ടി മെതിക്കുവാനും കഴിയും. ഈ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് നീ ദേശങ്ങളെ കൈവശമാക്കുവാൻ പോകുന്നു. ഗോ ടു ദ നേഷൻസ്. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് കാലുകൾ ചവിട്ടി മുന്നേറുക. നീ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായി തരാൻ പോകുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ദേശത്തിറങ്ങി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നടക്ക. നീ നടക്കുന്ന ദേശം ഞാൻ നിനക്ക് കൈവശമായി തരും. ഹല്ലേലൂയ. ചിലർ കാൽ വയ്ക്കുന്ന ദേശങ്ങളെ കർത്താവ് അവർക്ക് അവകാശമായി കൊടുക്കാൻ പോകുകയാണ്. ചിലരുടെ കാലുകൾ ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് കോണ്ടിനെന്റുകളിലേക്ക് അവരുടെ കാലുകൾ സഞ്ചരിക്കുവാൻ പോകുന്നു. ഓ റബില ഖതുവറന ഖബസകതറിലിയാതരെ. നിങ്ങളുടെ കാലുകളുടെ വേഗത വർദ്ധിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമായി തീർക്കുവാൻ പോകുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ നടക്കുകയല്ല, ഓടുവാൻ പോകുന്നു. ഓ, ചിലരുടെ വേഗതയെ കർത്താവ് വർദ്ധിപ്പിക്കുകയാണ്.
Take it, take it, take it by faith. Take it. നിങ്ങളുടെ വേഗതയെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. Take it, take it, take it, take it. നിങ്ങളുടെ വേഗതയെ കർത്താവ് വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ കാലുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. ചാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്വീകരിക്കണം. 1 2 3 സ്വീകരിക്കുക.